നമസ്തേ. ഇന്ന് സ്വരസന്ധിയുടെ 5ാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. പേര് അയാദി സന്ധിഹി. സ്വരസന്ധിയിൽ 1ാമത്തെ നമ്മൾ കണ്ടത് ദീർഘസന്ധി, 2ാമത്തത് ഗുണസന്ധി, 3ാമത്തത് വൃദ്ധിസന്ധി, 4ാമത്തത് യണസന്ധി, 5ാമത്തത് അയാദി സന്ധിഹി. നമുക്ക് അതിൻ്റെ നിയമം നോക്കാം. എ തുടക്കത്തിലുള്ള പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം, 2ാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം. എ, ഐ, ഓ, ഔ. ഇത് കഴിഞ്ഞിട്ട് അന്യസ്വരം, അതായത് എ, ഐ, ഓ, ഔ അല്ലാതെ വേറെ ഏത് സ്വരം വന്നു കഴിഞ്ഞാലും ഇതിന് മാറ്റം ഉണ്ടാവും. ഈ അന്യസ്വരത്തിന് മാറ്റം ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ നിൽക്കും. എ, ഐ, ഓ, ഔ എന്തായി മാറും? എ വന്ന് അയ് എന്നാകും, ഐ വന്നിട്ട് ആയ് എന്നാകും, ഓ വന്നിട്ട് അവ് ആകും, ഔ ആവ് ആകും. മറ്റേ സ്വരം അങ്ങനെ തന്നെ ഉണ്ടാവും, അതിന് മാറ്റം വരില്ല. നമുക്ക് ഉദാഹരണം നോക്കാം. വിഭു, വിഭോ, ഇഹ. വിഭോ, നമുക്ക് ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ പ്രഭുവിനെ അഭിസംബോധന ചെയ്യാണ്. വിഭോ ഇഹ, ഇവിടെ. വിഭോ പ്ലസ് ഇഹ. വിഭോ എന്ന പദം നമ്മൾ പിരിക്കുമ്പോൾ വി പ്ലസ് ഭ പ്ലസ് ഓ ആണ് വിഭോ. 2ാമത്തെ പദത്തിൽ ഒരു മാറ്റവും വരാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതാണ് ഇഹ. വി പ്ലസ് ഭ പ്ലസ് ഓ പ്ലസ് ഇഹ. ഓ വരുന്നുണ്ട് അവസാനം, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്വരം ഈ എന്നാണ്. ഈ അന്യസ്വരമാണ്, ഓ അല്ലാത്തത് കൊണ്ട്, അന്യസ്വരമായതുകൊണ്ട് ഈ ഓ എന്നുള്ളത് നമ്മൾ ഈ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ഓ വന്നിട്ട് അവ് ആണ് ആകുക. അപ്പം ഈ ഓൻ്റെ സ്ഥാനത്ത് നമ്മൾ അവ് എന്ന് ഇടും. വി പ്ലസ് ഭ പ്ലസ് ഓന് പകരം അവ് പ്ലസ് ഇഹ, അങ്ങനെ തന്നെ എഴുതുകയാണ്. ഇനി ഭ പ്ലസ് അവ നമ്മൾ ചേർക്കുമ്പോൾ ഭ പ്ലസ് ആ ഭ ആയി മാറും. അപ്പോൾ വി പ്ലസ് ഭവ് പ്ലസ് ഇഹ. ഭവ് പ്ലസ് ഇഹ, വ് പ്ലസ് ഇ വി എന്നാണ്. അപ്പോൾ വി ഭ വി ഹ, വിഭവിഹ എന്ന് ആകും. വിഭവിഹ, വിഭോ ഇഹ വിഭവിഹ. വിഭോ ഇഹ, വിഭോ ഇഹ, വിഭോ ഇഹ അങ്ങനെ ഒരുമിച്ച് ചൊല്ലി കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചൊല്ലാനും. അങ്ങനെ വരുമ്പോൾ വിഭവിഹ എന്ന് ആകും. ഇനി നമുക്കിത് ഓരോന്നിൻ്റെയും നമുക്ക് ഉദാഹരണ സഹിതമായിട്ട് കാണാം.